ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന. അല്പം കൂടെ ചൊല്ലി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 13-ാം തിരുവചനം. 13 അധ്യായങ്ങളാണ് ആ ലേഖനത്തിലുള്ളത്. അതിൻ്റെ 13-ാമത്തെ തിരുവചനം ആദിമ ക്രൈസ്തവർ പരിശീലിക്കുവാൻ വേണ്ടി വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞുകൊടുത്ത ഒരു പ്രാർത്ഥനയാണ്. അത് വെറും പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് പരസ്പരം ആശംസിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ക്രിസ്ത്യാനി മറ്റൊരു ക്രിസ്ത്യാനിയെ കണ്ടുമുട്ടുമ്പോൾ എന്താണ് ആദ്യം പറയേണ്ടതെന്ന് വിശുദ്ധ പൗലോസ്ലീഹ ഇതാ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇത് പഠിക്കണം. ഇന്ന് മാത്രമല്ല, മറിച്ച് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമ്മളൊരാളെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയോട് ആദ്യം പറയേണ്ട ഒരു ആശംസ പ്രാർത്ഥനയാണ് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേത് പ്രാർത്ഥനയാണ്? വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 13-ാം തിരുവചനം. ഈ ആശംസ നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇത് പഠിക്കണം. ഇത് നമ്മൾ ഒരാളോട് പറഞ്ഞു കൊടുക്കേണ്ട പ്രാർത്ഥനയാണ് കേട്ടോ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക. എന്നിട്ട് ആ വ്യക്തിയോടാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ടല്ലോ. എന്നിട്ട് ഈ വചനം നമ്മൾ പറയുവാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്, പക്ഷേ ഇന്നേ ദിവസം നമ്മളത് പഠിച്ച് നമ്മളത് പ്രഖ്യാപിക്കുവാണ്. ഈ വചനം പറ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. വലിയൊരു അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയാണ്. ഇനി എന്ത് ചെയ്യണം? കരങ്ങളൊന്ന് കൂപ്പി പിടിച്ചേ, കണ്ണുകളടച്ചേ, ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലണം കേട്ടോ. നല്ല ശക്തമായ സൗഖ്യത്തിന്റെ പ്രാർത്ഥനയാണ്. ആബാ പിതാവേ, ആബാ പിതാവേ, ഒച്ചത്തിൽ പ്രാർത്ഥിച്ചോണം. ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ അവിടുത്തെ തിരുക്കുമാരന്റെ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ തിരുരക്തത്താൽ എന്റെ ശരീരത്തെ കഴുകണമേ, അവിടുത്തെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്റെ ശരീരത്തെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണു തുറന്നേ. ഇത് ത്രിത്വൈക ദൈവ ആരാധന പ്രാർത്ഥനയാണ്. നല്ല ശക്തമായ പ്രാർത്ഥനയാണ്. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നടക്കും. ഓക്കെ, 2 കരങ്ങൾ ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ചിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ആ മേഖലകൾ സമർപ്പിക്കുക. പല വിധത്തിലുള്ള രോഗങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സോ വി പ്രേ ഫോർ എ മൈറ്റി ഹീലിംഗ് കേട്ടോ. ട്രിനിറ്റേറിയൻ പ്രയറിൽ വിശ്വസിച്ച് നമ്മൾ വലിയൊരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വയ്ക്കുക, കണ്ണുകൾ അടയ്ക്കുക. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. ആബാ പിതാവേ, ആബാ പിതാവേ, ഒച്ചത്തിൽ പ്രാർത്ഥിച്ചോ. ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ അവിടുത്തെ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ എന്റെ ശരീരത്തിലെ രോഗങ്ങളെ രോഗം പടർത്തുന്ന പീഡകളെ ഈശോയെ തിരുരക്തത്താൽ കഴുകണമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്റെ ശരീരത്തെ ശക്തിപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കരങ്ങളും യാചനാപൂർവ്വം അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചേ. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും വിഷമം, എന്തെങ്കിലും ഭാരം, ഓർത്തോർത്ത് ദുഃഖം, വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അങ്ങനെ തുടങ്ങി അനേക തരത്തിലുള്ള സങ്കടങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുകയാണ്. ട്രിനിറ്റേറിയൻ പ്രയറാണ്, ത്രിത്വൈക ആരാധന പ്രാർത്ഥനയാണ്. നമ്മൾ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ദൈവം അത്ഭുതകരമായ കൃപ പുത്രനായ യേശുവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് സമ്മാനിക്കുന്നു. വിശ്വസിക്കണം. ആ മാനസിക ദുഃഖങ്ങളെല്ലാം സമർപ്പിച്ചേ. ചില മാതാപിതാക്കൾ മക്കളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. ആ വിഷമമൊക്കെ സമർപ്പിച്ചോ കേട്ടോ. വിഷമങ്ങൾ സമർപ്പിക്കണം. ഓർത്തോർത്തുള്ള ദുഃഖം. ചിലരുടെ ഉള്ളിൽ എനിക്കിങ്ങനെ പറ്റിപ്പോയല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നുള്ള വിഷമങ്ങളുണ്ട്. വിഷമങ്ങൾ അതെല്ലാം സമർപ്പിക്കണം. ചേർന്ന് പ്രാർത്ഥിച്ചേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ അവിടുത്തെ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ എൻ്റെ മനസ്സിലെ ഭാരങ്ങൾ, ഭയചിന്തകൾ, ആകുലത, നിരാശ, ദുഃഖചിന്തകൾ യേശുവേ, 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 തിരുരക്തത്താൽ എന്റെ മനസ്സിനെ കഴുകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ നന്നായിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. തലയ്ക്ക് മുകളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട. കണ്ണടച്ച് ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ മനസ്സിലുള്ള ഏത് നിയോഗവും ആയിക്കൊള്ളട്ടെ സമർപ്പിച്ചോണം. ഇന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവമേ, നിന്റെ അത്ഭുത ശക്തി വെളിപ്പെടുന്ന ദിവസം, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയം, കർത്താവേ, നിന്റെ ശക്തി വെളിപ്പെടുന്ന സമയം. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കോ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും കുറിച്ചാവും, നമ്മുടെ ജോലി സ്ഥലത്തുള്ള ആരെങ്കിലും കുറിച്ചാവും, നമ്മുടെ പരിചയത്തിലുള്ള ബന്ധുക്കളായിട്ടുള്ള ആരെങ്കിലും കുറിച്ചാവും. ചില വിഷയങ്ങൾ ഭാരപ്പെടുത്തുന്നുണ്ടാവും. ആരുടെയെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവരുടെ മരണത്തോട് ബന്ധപ്പെട്ടാവും വലിയ ഭാരം മനസ്സിലുണ്ടാകും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്നീ ശുശ്രൂഷ സമയത്ത് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗം തുറക്കുന്ന വലിയൊരു അഭിഷേകം സംഭവിക്കപ്പെടണം ആഗ്രഹിക്കണം. എല്ലാ ഭാരങ്ങളും സമർപ്പിക്കുക. പ്രത്യേകിച്ച് നമ്മളെ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക പീഡകൾ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ, പൈശാചികമായ ചില ചിന്തകൾ, ചില ആലോചനകൾ, ചില കൂട്ടുകെട്ടുകൾ, ചില പാപവാസനകൾ അങ്ങനെ നമ്മുടെ സ്വഭാവത്തിലോട്ട് കടന്നു വന്ന് നമ്മളെ പീഡിപ്പിക്കും. പിശാചിൻ്റെ വലിയ പരിപാടിയാണ് ശല്യപ്പെടുത്തുക എന്നുള്ളത്. ചില കാര്യങ്ങൾ വന്ന് നമ്മളെ ശല്യപ്പെടുത്തും. സ്വസ്ഥമായ ജീവിതത്തെ ശല്യപ്പെടുത്തും. അവൻ ശല്യപ്പെടുത്തുക മാത്രമല്ല, ആ ശല്യം ഒരു നാശമായിട്ട് മാത്രം മാറ്റും. നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, പക്ഷേ കുഴപ്പമുണ്ട്. അവൻ പിശാച് വന്ന് നമ്മളെ നാശത്തിലേക്ക് തള്ളിയിടും. കർത്താവേ, ഈ ശുശ്രൂഷ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, പള്ളി പോവാതെ പ്രാർത്ഥിക്കാതെ ദൈവവിചാരമില്ലാതെ ആരെങ്കിലുമൊക്കെ ജീവിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. രണ്ട് കരങ്ങൾ നന്നായിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ എന്റെ കുടുംബത്തെ കഴുകണമേ, കഴുകണമേ. കുടുംബത്തിലുള്ള രോഗപീഠകൾ, പാപവാസനകൾ, ശാപപീഠകൾ, പൈശാചിക ബന്ധനങ്ങൾ യേശുവേ, 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 തിരുരക്തത്താൽ കഴുകണമേ, കഴുകണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്റെ കുടുംബത്തെ, എന്റെ ബന്ധങ്ങളെ, കൂട്ടുകെട്ടിനെ, ജോലിയെ, സമ്പത്തിനെ, ആരോഗ്യത്തെ വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക്
ഉയരത്തിലേക്ക് ഉയർത്തി നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. ആബാപിതാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച് ത്രിയേക ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ഓ, വലിയൊരു ദൈവശക്തി വെളിപ്പെടട്ടെ. ത്രിയേക ദൈവിക സാന്നിധ്യം വെളിപ്പെടുന്നു. ഓരോ വ്യക്തിയും നമുക്കറിയാവുന്നത് പോലെ സ്വരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവകാരുണ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അഭിഷേകം സംഭവിക്കട്ടെ. വലിയൊരു അഭിഷേകം സംഭവിക്കട്ടെ. ആരാധന, 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 ആരാധന. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആമേൻ. കരങ്ങൾ കൂപ്പി എല്ലാവരും ചേർന്ന് പാടിക്കേ. ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിൽ കണ്ട് പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിൽ കണ്ട് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് വിശ്വസിച്ച് ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവര്, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക. ഞാനിതാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനെ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. വിശ്വസിച്ച് ചേർന്ന് പാടിക്കേ. ഒരിക്കൽ കൂടെ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി വിശ്വസിക്കുന്നു. ആബാപിതാവ്, പരിശുദ്ധാത്മാവ്, പുത്രനായ യേശു. പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മളോട് തന്നെ ഏറ്റെടുക്കുന്നു. കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് ഇതെന്നിൽ വെളിപ്പെടട്ടെ. അത്ഭുതകരമായി ഇതെന്നിൽ വെളിപ്പെടട്ടെ. ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയം പറയുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, അത് ഏറ്റെടുക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ പ്രാർത്ഥന പിതാവായ ദൈവത്തോട്, പുത്രനായ യേശുവിനോട്, പരിശുദ്ധാത്മാവിനോട്. ത്രിത്വൈക ദൈവ ആരാധനയുടെ വലിയ ഒരു ശുശ്രൂഷയാണ് ഇന്ന് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നും നമ്മൾ പഠിച്ച ആ പ്രാർത്ഥന, ഏത് പ്രാർത്ഥനയാണ് മറക്കരുത്? വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ ജനതയോട് പറഞ്ഞ പ്രാർത്ഥന, നല്ല സുന്ദരമായ പ്രാർത്ഥന. 13-ാം അധ്യായം 13-ാം തിരുവചനത്തിലെ പ്രാർത്ഥന. ഏതാ പ്രാർത്ഥന? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഉച്ചത്തിൽ പറഞ്ഞ് ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനൊരു കുഞ്ഞ് ചോദ്യം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാനത് അവതരിപ്പിക്കാം. ഈ ചോദ്യം ഒരുപക്ഷെ ചുരുക്കം ചിലരുടെയെങ്കിലുമൊക്കെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. അവൻ്റെ ചോദ്യം ഇതാണ്: അച്ഛാ, ഞാനൊരു ധ്യാന അവസരത്തിൽ
യേശുവേ എന്ന് വിളിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പഠിച്ചു. പിന്നീട് എപ്പോഴും ഞാൻ പ്രാർത്ഥനാ സമയത്ത് കണ്ണും പൂട്ടി ഞാൻ യേശുവേ എന്ന് വിളിക്കും. പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു സംശയം ഇതാണ്, ഞാൻ യേശുവേ എന്ന് വിളിക്കുമ്പോൾ പിതാവായ ദൈവം എന്ത് വിചാരിക്കും? പരിശുദ്ധാത്മാവ് എന്ത് വിചാരിക്കും? അച്ഛാ, ഞാൻ യേശുവേ എന്ന് മാത്രം വിളിക്കുമ്പോൾ ഈ പിതാവായ ദൈവത്തിന് പിണക്കമുണ്ടാവില്ലേ? പരിശുദ്ധാത്മാവിന് പിണക്കമുണ്ടാവില്ലേ? അതുകൊണ്ട് ഞാൻ അച്ഛാ ഇപ്പം ഈശോയെന്ന് വിളിക്കാൻ തുടങ്ങുമ്പോൾ മൊത്തം മനസ്സിൽ കൺഫ്യൂഷൻ. ഞാനിതിപ്പോൾ എന്നാ വിളിക്കണം? പിതാവേന്ന് വിളിക്കണോ, ഈശോയെന്ന് വിളിക്കണോ, പരിശുദ്ധാത്മാവെന്ന് വിളിക്കണോ? ഞാൻ മൊത്തം ഒരു കൺഫ്യൂഷനിലാണ്. ഞാൻ ഈ കൺഫ്യൂഷൻ, ഈ സംശയം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് തരികയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ അല്ലേ, എനിക്ക് പരിചയമുള്ളവരാണ്. ഒട്ടുമുക്കാലും പേര് നല്ല പ്രാർത്ഥനക്കാരാണ്, ശക്തമായ പ്രാർത്ഥനക്കാരാണ്. അപ്പം എൻ്റെ ചോദ്യം, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? അല്ല, അപ്പം ഈ പ്രശ്നം ഉണ്ടാവില്ലേ? ഈശോയെന്ന് വിളിക്കുമ്പോൾ ആബാ പിതാവിന് എന്നാ തോന്നും? ഒരു മര്യാദ ഇല്ലല്ലോ എന്ന് തോന്നത്തില്ലേ? അപ്പം എന്തു ചെയ്യും? എന്നാൽ പിന്നെ കുറച്ച് ആബാ പിതാവിനിരിക്കട്ടെ എന്ന് കരുതി കുറച്ച് പിതാവേ എന്ന് വിളിക്കുന്നു. ചിലരുടെ തന്ത്രങ്ങളാണ്. ഇവിടെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഹല്ലേലൂയാ. ക്രിസ്ത്യാനിയുടെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ത്രിത്വൈക ദൈവം. പറഞ്ഞേ, ത്രിത്വൈക ദൈവം. എത്ര ദൈവങ്ങളുണ്ട്? തുടങ്ങുന്നതിന് മുമ്പേ സംശയമായി. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, പക്ഷേ വിശ്വാസതലത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട വളരെ പച്ചമയായിട്ടുള്ള പരമാർത്ഥം. അതായത് ഒരു ദൈവം, ഒറ്റ ദൈവം, ഏക ദൈവം. നമുക്കൊരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിൽ 3 ആളുകൾ. സത്തയിൽ ഒന്നാണെങ്കിലും വ്യക്തികൾ 3ആയിട്ട് നിൽക്കുന്നു. ആ വ്യക്തികളെ, 1 പിതാവായ ദൈവം, 2 പുത്രനായ ഈശോ, പരിശുദ്ധാത്മാവ്. നിങ്ങളെ ഞാനൊരു ഗ്രീക്ക് വാക്ക് പഠിപ്പിക്കാം. ഗ്രീക്ക് വാക്ക് ഇങ്ങനെയാണ്, പെരിക്കോറസിസ് എന്നാണ് ഈ വാക്ക്. പെരിക്കോറസിസ്, PERICHORESIS, പെരിക്കോറസിസ്. പറഞ്ഞേ, തെറ്റിപ്പോയാലും സാരമൊന്നുമില്ല. മലയാളം തന്നെ നമുക്ക് നന്നായിട്ട് അറിയത്തില്ല, പിന്നെയാണ് ഗ്രീക്ക്. വെറുതെ അറിഞ്ഞിരിക്കാൻ പറഞ്ഞതാണ്. പെരിക്കോറസിസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് തിരുസഭ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വാക്കാണ് പെരിക്കോറസിസ്. എന്താണ് വാക്ക്? പെരിക്കോറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത് പരസ്പര ബന്ധത്തെ, പൂർണ്ണമായ ഐക്യത്തെ സൂചിപ്പിക്കുന്നു. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സത്താപരമായി ഒന്നാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്തുവാൻ നമ്മുടെ മുമ്പിൽ തിരുസഭ പഠിപ്പിക്കുന്നൊരു വാക്കാണ് പെരിക്കോറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരംഭം മുതൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം, ഏതൊരു ദൈവപ്രവൃത്തിയുണ്ടോ ആ ദൈവപ്രവൃത്തി ഉണ്ടെങ്കിൽ അവിടെ 3 ആളുകൾ അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരെങ്കിലുമൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പഴയ നിയമം പിതാവായ ദൈവത്തിൻ്റെത്, പുതിയ നിയമം പുത്രനായ യേശുവിൻ്റേത്, ഈ കാലഘട്ടം പരിശുദ്ധാത്മാവിൻ്റെത്. അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. അത് ശരിയായൊരു പഠന രീതിയല്ല. മറിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ നമ്മൾ വെളിപാട് വരെ വായിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഏതൊരു ദൈവപ്രവൃത്തി നടക്കുന്നുണ്ടോ ആ ദൈവപ്രവൃത്തിയിൽ ഈ 3 ആളുകളും സന്നിഹിതരാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ഉം 2-ഉം തിരുവചനം ഒന്ന് വായിക്കുന്നു കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ഉം 2-ഉം തിരുവചനം വായിച്ചാലോ. ആദിയിൽ വായിക്ക് ഒച്ചത്തിൽ വായിക്ക്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. കണ്ടോ? എന്നിട്ട് അടുത്ത വചനം വായിച്ചോ.
ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവം, പിതാവായ ദൈവം സൃഷ്ടികർമ്മം, ആ സൃഷ്ടികർമ്മത്തിൽ ഇതാ 3 കാര്യങ്ങൾ. 1 രൂപരഹിതമായിരുന്നു, 2 ശൂന്യമായിരുന്നു, അന്ധകാരമായിരുന്നു. ഇവയ്ക്ക് മുകളിൽ, ജലത്തിന് മുകളിൽ ഇതാ ചിറകടിച്ച് പറന്നു വരുന്ന, പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് ചിറകടിച്ച് പറന്നു വരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആരെ ഓർക്കും? പരിശുദ്ധാത്മാവ്. പ്രാവിൻ്റെ രൂപത്തിൽ നിന്നൊക്കെ നമ്മുടെ തലയ്ക്കകത്ത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ചില ഇമേജുകളുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, പിതാവായ ദൈവം, പരിശുദ്ധാത്മാവ്. ഇവിടെയാണ് ദൈവം, പിതാവായ ദൈവം പറഞ്ഞത് ഉണ്ടാകട്ടെ, അന്ധകാരം മാറട്ടെ, പ്രകാശം ഉണ്ടാവട്ടെ. ഉണ്ടാവട്ടെ വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം സമം ആര്? പറ. ഈശോ. വചനം സമം ഈശോ, ജീസസ് വചനമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. വചനം, വചനം എന്ന് പറഞ്ഞാൽ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ എന്നാണ്. അപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ഈശോ, പരിശുദ്ധാത്മാവ്. സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം മുതൽ ഈ 3 പേരുടെയും ശക്തമായ പ്രവർത്തനം ഉണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. ഈ 3 പേരെയും വേർതിരിച്ച് മാറ്റി നിർത്താനല്ല, മറിച്ച് ഈ 3 ആളും ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 3 ഒന്നാണെന്ന്. 3 ആളുകൾ അതിനെ ഒന്നായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി സഭാപിതാക്കന്മാരൊക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രതീകാത്മകമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് സൂര്യൻ. ആരാണ്? സൂര്യൻ. സൂര്യൻ നമുക്ക് പ്രകാശം നൽകുന്നു. ആ പ്രകാശം നമുക്ക് ചൂടായിട്ട് അനുഭവപ്പെടുന്നു. 3 കാര്യങ്ങൾ: സൂര്യൻ, പ്രകാശം, ചൂട്. സഭാപിതാക്കന്മാരൊക്കെ പഠിപ്പിക്കുന്നത് സൂര്യൻ എന്നുള്ളത് പിതാവായ ദൈവമാണെങ്കിൽ ഈ പ്രകാശം എന്നുള്ളത് യേശുവാണ്, ചൂട് എന്നുള്ളത് പരിശുദ്ധാത്മാവാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, 3 തരംതിരിക്കാൻ പറ്റുമോ? ഇല്ല. 3 ഒന്ന് തന്നെയാണ്. 3 ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 3 സത്താപരമായി ഒന്ന് തന്നെയാണ്. പക്ഷേ അവരുടെ പ്രവർത്തികളിൽ വ്യത്യസ്തത നിലനിൽക്കുന്നത് ഈ അടിസ്ഥാനപരമായ സത്ത ഒന്നായി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ ദൈവം ഇത് ഇന്നതാണെന്നും പറഞ്ഞല്ല, മറിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന ത്രിയേക ദൈവം, ഒറ്റ ദൈവമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 1-2 വചനഭാഗങ്ങളൊന്ന് വായിച്ചാലോ? അതുകൊണ്ടാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം അവസാനം വായിച്ചു വരുന്ന ഒരു വചനമുണ്ട്. 28-ാം അധ്യായം 20-ാം തിരുവചനം. മത്തായിയുടെ സുവിശേഷം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 28 വേഴ്സ് 20. ഒന്ന് തുറന്ന് വായിച്ചേ. 28-20. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ വചനം പഠിപ്പിക്കുകയാണ്. പിതാവിന്റെ നാമത്തിൽ എന്ന് മാത്രമാണോ? അങ്ങനെയല്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കേട്ടോ? അപ്പൊ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത് ഏതെങ്കിലും വ്യക്തികൾക്ക് തോന്നിയ വെളിപ്പെടുത്തലല്ല, വ്യക്തിപരമായ വെളിപ്പെടുത്തലല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സഭയുടെ പഠനമാണ്. ലൂക്കാസ് വിശേഷം 3-ാം അധ്യായം. നമ്മൾ ഈശോയുടെ മാമുദീസ് അവസരത്തിൽ നടന്ന കാര്യം നമുക്കറിയാം. എങ്കിലും ഈ വിഷയം പഠിക്കുന്നതിന് വേണ്ടി നമ്മളൊന്ന് സ്വീകരിക്കുകയാണ്. ലൂക്കാസ് വിശേഷം 3-ാം അധ്യായം അതിന്റെ 21 മുതലുള്ള വചനം ഒന്ന് വായിച്ചേ. 21 മുതൽ. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവുമുണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഓർമ്മപ്പെടുത്തുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു വചനമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സത്തയിൽ ഒന്ന് തന്നെയാണ്. പ്രവർത്തികളിൽ വ്യത്യസ്തതയുണ്ടെങ്കിലും സത്തയിൽ ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ആദ്യം പഠിച്ച വചനം ഒന്ന് ശ്രദ്ധിച്ചേ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ
രണ്ടാം ലേഖനം 13-ാം അധ്യായം 13-ാം തിരുവചനം. ഇത് ആ ആദിമ ക്രൈസ്തവരെ പൗലോസ്ലീഹ പഠിപ്പിക്കുമ്പോൾ ആദിമ ക്രൈസ്തവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വിശ്വാസത്തെ അല്പം കൂടെ അടിത്തറയിടാനാണ് ഈ പ്രാർത്ഥന പൗലോസ്ലീഹ പഠിപ്പിച്ചത്. ആ വചനം ഒന്ന് വായിച്ച 13-ാം അധ്യായം അതിന്റെ 13-ാം തിരുവചനം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും കണ്ടോ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പറഞ്ഞേ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നും ഒന്നാണ്. പറഞ്ഞേ, മൂന്നും ഒന്നാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇവിടെയാണ് നമ്മുടെ ചോദ്യം. ഞാൻ ഈശോയെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിതാവായ ദൈവത്തിന് എന്ത് തോന്നും, പരിശുദ്ധാത്മാവിന് എന്ത് തോന്നും? അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു, പിതാവിനും പുത്രനും എന്ത് തോന്നും? ഇനി വേറെ ചിലരുണ്ട്, അവർ ആബാ പിതാവേ എന്ന് മാത്രം വിളിക്കുന്നു, ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും എന്ത് തോന്നും എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം മനസ്സിലാക്കണം. ഈശോയെ എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കകത്ത് പരിശുദ്ധാത്മാവേ എന്നും ആബാ പിതാവേ എന്നുമുള്ള വിളി അതിൽ അടങ്ങിയിരിക്കുന്നു. കാരണം സത്തയിൽ ഇവര് മൂന്നും ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. മൂന്നും വേർതിരിച്ച് മാറ്റാൻ പറ്റുന്നില്ല, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം എന്താണ്, നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ഇപ്പം 3 ആളുകളെയാണ് കാണുന്നത്, 3 വ്യക്തികൾ. അങ്ങനെ കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഈ 3 വ്യക്തികൾ തമ്മിലുള്ള അടിപിടി ബഹളം, അപ്പം 3 അല്ലേ എന്നിങ്ങനെ നമ്മുടെ തലയ്ക്കകത്ത് മാനുഷികമായി നമ്മൾ ചിന്തിക്കും. നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല. മറിച്ച് ഈശോ പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്, ഞാനും പിതാവും ഒന്നാണ്. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മറ്റൊരു സഹായകനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ തന്നെ എന്നാണ് മറ്റൊരു സഹായകൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എന്നെപ്പോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. നിനക്ക് എങ്ങനെയാണോ വിളിക്കാനായിട്ട് നിന്റെ ആത്മീയ മേഖല വളർത്തിയെടുത്തത് അതുപോലെ പ്രാർത്ഥിക്കാം. ഈശോയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കകത്ത് ആബാ പിതാവും പരിശുദ്ധാത്മാവും ഉണ്ട്, വിഷമിക്കണ്ട. നീ ആബാ പിതാവേ എന്നാണ് വിളിക്കുന്നതെങ്കിൽ ആ വിളിക്കകത്ത് പുത്രനായ യേശുവും പരിശുദ്ധാത്മാവും ഉണ്ട്. നീ പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നെങ്കിൽ ആ വിളിക്കകത്ത് ആബാ പിതാവും ഈശോയും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലിയ അനുഗ്രഹത്തിന്റെ സമയമാണ്. കൈകളൊന്ന് കൂപ്പിക്കേ. നമ്മുടെ വീട്ടിൽ സ്നേഹം, നമ്മുടെ പ്രവൃത്തിയിൽ സ്നേഹം, എല്ലായിടങ്ങളിലും സ്നേഹം നിറയട്ടെ. ആ വലിയ വിശ്വാസത്തോടുകൂടെ ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ചേർന്ന് പാടി ആശീർവാദം സ്വീകരിക്കുന്നു. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ,